ഹലോ. കൈതച്ചക്ക ഇഷ്ടമാണോ എല്ലാവർക്കും? എന്നാൽ പിന്നെ കൈതച്ചക്ക ഉപ്പിലിട്ടതായാലോ? വാ, നമുക്ക് റെഡിയാക്കാം. അത്യാവശ്യം പഴുത്തിട്ടുള്ള 2 പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് രണ്ടായി മുറിച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളയുക. നിങ്ങൾക്ക് രണ്ടായി മുറിക്കണമെന്നില്ല, എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ തൊലി കളഞ്ഞ് വെക്കുക. എനിക്ക് ഈ ഒരു രീതിയിലാണ് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത്. അങ്ങനെ നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുക. പിന്നെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷവും ഇതിൻ്റെ മേലെ കാണുന്ന ഈ മുള്ള് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കട്ട് ചെയ്ത് കളയാം. ഞാനതെന്തായാലും കട്ട് ചെയ്യുന്നില്ല, ഞാൻ തൊലി മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളിങ്ങനെ പുറത്തു നിന്നൊക്കെ ഉപ്പിലിട്ടത് വാങ്ങി കഴിക്കുന്നതിനേക്കാട്ടിലും വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പം അതൊന്നുകൂടി ഹെൽത്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഉപ്പിലിട്ട ഐറ്റംസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ റൗണ്ടായിട്ട് മുറിക്കാം. റൗണ്ടായിട്ട് മുറിക്കണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ സൗകര്യം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ കട്ട് ചെയ്യാം. ചിലവർ നീളത്തിൽ കട്ട് ചെയ്യും, ചിലവർ റൗണ്ടായിട്ട് കട്ട് ചെയ്യും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് മുഴുവൻ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അത്യാവശ്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പരമ്പരാഗതമായ രീതിയിൽ ഭരണിയിലൊക്കെ ഉപ്പിലിടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയി. സാരമില്ല, നമുക്ക് ന്യൂജൻ ഭരണിയുണ്ട്, പക്ഷെ കുറച്ച് ചെറുതായിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു 2 സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ഇട്ടതിന് ശേഷം തിളപ്പിക്കാം. അങ്ങനെ ചെയ്താൽ ഈ പൈനാപ്പിൾ കഴിച്ചതിന് ശേഷം ചിലർക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഇല്ലാണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനെന്തായാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അങ്ങനെ എരിവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ മധുരവും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ കൂടി പിന്നെ ഉപ്പും ഒക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇങ്ങനെ ഓരോന്നായി അടുക്കി വെച്ച് കൊടുക്കുക. എൻ്റെ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയിൽ തന്നെ അടുക്കി വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൊള്ളൂല. എന്നിട്ടും പൈനാപ്പിൾ ബാക്കിയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക, നിറയെ തന്നെ ഒഴിക്കുക. പൈനാപ്പിൾ മുങ്ങിക്കിടക്കാനും മാത്രം ഒഴിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പച്ചമുളകും കൂടി അതിൻ്റെ മേലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളക് ഇട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ക്ഷമ അതിന് അനുവദിക്കുമെന്ന് എനിക്കറിയില്ല.